അപ്പോൾ ഇതാണ് പുമ്മറ്റംപള്ളി. അപ്പം ഇവിടെ എൻ്റെ സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ ഇതിൻ്റെ മുൻവശത്ത് കാണുന്നതാണ് വിഷചികിത്സാലയം. കണ്ടോ, എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ടായിരുന്നൊരു വിഷചികിത്സാലയമായിരുന്നു. ഇവിടുത്തെ അച്ഛൻ്റെ മരണത്തോടു കൂടിയാണ് അത് നിന്നു പോയത്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പുമ്മറ്റംപള്ളിയുടെ മുന്നിലാണ്. അപ്പോൾ ഞാനിവിടെ വരാനുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ പുമ്മറ്റത്തെ വിഷചികിത്സാലയം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പുമ്മറ്റം എന്ന് പറഞ്ഞ സ്ഥലം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇവിടുത്തെ വിഷചികിത്സാലയത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഒരു കാലത്ത് സാധാരണക്കാരുടെ മുഴുവൻ ആശ്രയമായിരുന്നു. ഒരു പാമ്പ് കടിച്ചാലോ, ഒരു പഴുതാര കടിച്ചാലോ, ഒരു എട്ടുകാലി കടിച്ചാലോ എല്ലാം ഓടി വന്നാൽ നമുക്ക് ഇവിടെ വന്നാൽ പെട്ടെന്ന് തന്നെ അതിന് മരുന്ന് കിട്ടുകയും ആ അസുഖം ഭേദമാകുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആ പ്രസ്ഥാനം ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ പൂട്ടിക്കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് വളരെ സങ്കടം തോന്നി. അപ്പം ഞാനിവിടെ പള്ളിയുടെ ഓഫീസിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു, ഇത് ആർക്കെങ്കിലും ഇത് ലീസിന് കൊടുക്കുകയോ, ഇവർക്ക് ഈ വിഷചികിത്സ എന്ന് പറയുന്നത് ഇത് പാരമ്പര്യ വൈദ്യമാണ്, അവർക്ക് മാത്രമേ ഇത് നടത്താൻ പറ്റത്തുള്ളൂ എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ചുമതല കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിഷചികിത്സാലയമല്ല, ഏതെങ്കിലും ക്ലിനിക്കോ അങ്ങനെയുള്ള മറ്റുള്ള എന്തെങ്കിലും. എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ടായിരുന്നൊരു വിഷചികിത്സാലയമായിരുന്നു. ഇവിടുത്തെ അച്ഛൻ്റെ മരണത്തോടു കൂടിയാണ് അത് നിന്നു പോയത്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വിഷചികിത്സ തേടി ഇവിടെ ആൾക്കാർ എത്തിക്കൊണ്ടിരുന്നതാണ്. അത്രയ്ക്കും ഫേമസ് ആയിരുന്നു പുമ്മറ്റത്തെ ഈ ചികിത്സാലയം. സെന്റ് ആനീസ് ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ് പിന്നെ ആയുർവേദ ചികിത്സാലയം തുടങ്ങിയായിരുന്നു. ഇത് കണ്ടോ, സെന്റ് ആനീസ് ഹോസ്പിറ്റൽ എന്നും പറഞ്ഞു. അപ്പോൾ അതും നിന്ന് പോയിരിക്കുകയാണ്. ഇവിടെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഒത്തിരി പാമ്പ്, മയില്, അങ്ങനെയുള്ള ഒത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. മൃഗങ്ങൾ ചെറിയ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പെരുമ്പാമ്പിനെ വളർത്തുമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ കാണാനൊക്കെ വന്നിട്ടുണ്ട് ചെറുപ്പകാലത്ത്. ഒത്തിരി മരങ്ങളൊക്കെ അച്ഛൻ അവിടെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പുറയിലൊക്കെ നല്ല ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമുള്ള ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അവരാർക്കെങ്കിലും ലീസിന് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു ക്ലിനിക്കൊക്കെ ആയിട്ടേ നല്ല സൗകര്യങ്ങളുണ്ട്. പുതുപ്പള്ളിക്ക് അവലേക്ക് തൊട്ടടുത്തല്ലേ. അപ്പോൾ അച്ഛൻ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചോദിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നോക്കി ആർക്കെങ്കിലും ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലേ നമുക്ക് അച്ഛനുമായിട്ട് സംസാരിക്കാം.